പറഞ്ഞപ്പോഴാ ഇന്നലെ ഒരു സംഭവം നടന്നു. ഇന്നലെ 2 ദിവസമായി. ഒരു ബ്രോ, എൻ്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളിയുടെ ലൈൻ തേച്ചെന്ന് തേച്ച് കഴിഞ്ഞ് എന്നിട്ട് പുള്ളി പറഞ്ഞ് എടാ എന്നെ തേച്ച് 1 ഇയർ റിലേഷൻഷിപ്പാ, അങ്ങനെ ഇങ്ങനെ അവളെന്നെ പറ്റിക്കുമായിരുന്നു. അവളെ റിലേഷൻഷിപ്പ് ഉള്ള ടൈമിൽ തന്നെ 1 മാസം കഴിഞ്ഞപ്പം ഏതോ ജിമ്മിലുള്ള ആരണ്ടൊക്കെ ആയിട്ട് യോഗ ഒക്കെ ചെയ്തെന്നോ. ഞാൻ സാധാരണ ഇങ്ങനെ ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ക്ലീഷ ഡയലോഗല്ലേ ലൈന്. പിന്നെ ആ പെണ്ണ് പിന്നെ ഇതാണ്, മനസ്സിലായില്ലേ, അങ്ങനെ ആയിരിക്കും. പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ കുറേ പറഞ്ഞു ബ്രോ ഇങ്ങനെ കുറേ പറഞ്ഞു. ലാസ്റ്റ് എന്നെ കുറേ ചാറ്റ് കാണിച്ചപ്പോൾ ഞാൻ കാണാത്ത യോഗ ക്ലാസ്സൊക്കെ എന്നെക്കുറിച്ചൊക്കെ. ഞാനൊക്കെ എന്ത് പാവമെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് നമ്മളാണ് ഇങ്ങനെ നോക്കി പാവത്തെ. ഞാൻ പറഞ്ഞു ബ്രോ രക്ഷപ്പെട്ടില്ല ബ്രോ, പോയല്ലോ അറിഞ്ഞിട്ടാ. ആ ബ്രോയെ ഇവർ സെറ്റായ സമയത്ത് ആ ബ്രോ മറ്റേ ജിമ്മിലുള്ള ബ്രോയുമായിട്ട് അവള് യോഗ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം അത് ബ്രോ അറിഞ്ഞിട്ടും ബ്രോ തിരിച്ചതങ്ങ് വിട്ട്, പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങ് തിരിച്ച് വിട്ടത്. അത് അങ്ങ് വിട്ട് എന്നിട്ട് ഇനി അങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒന്ന് ആലോചിച്ച, അവൻ ആ ബ്രോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവന് പൊക്കിയിട്ടും പിന്നെ ഒരു ചാൻസ് കൊടുത്ത്. എന്നിട്ടും നമ്മളിങ്ങനെ കാണിച്ച് പോയി. ബ്രോ ഭയങ്കര പുള്ളിക്കാരനാണ് ഭയങ്കര വിഷമം. അങ്ങനെ ഞാൻ പറഞ്ഞു ബ്രോ വരാനുള്ളത് വരും, പോകാനുള്ളത് പോവും, ഇതേപോലെ എനിക്കൊന്നും പറയാനില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞ്. കഷ്ടം, അവൻ്റെ കാര്യം ഭയങ്കര ഇതാണ്. ഞാൻ അത്രയും സിൻസിയറായിട്ട് നോക്കിയിട്ട് ഒരു പെണ്ണിങ്ങനെ പോകുമ്പം ആർക്കെങ്കിലും വിഷമം. ഞാൻ ആദ്യം വിചാരിച്ച് അത് ചുമ്മാ ഉണ്ടാക്കി സാധാരണ എല്ലാവരും പറയുന്ന ഡയലോഗ് പോലല്ലേ ഈ ടൈം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് വലിയാന്നുള്ള രീതിയിലാക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്നു. പുള്ളിക്കാരൻ ചാറ്റ കാണിച്ചപ്പം നോക്കിയാൽ ഫുള്ളിത് യോഗ. ഈ ജാതി യോഗ ക്ലാസ് കഷ്ടമില്ലേ. നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് പ്രേമിക്കുവാണെങ്കിൽ കിടക്കണം, അല്ല ടൈം പാസിന് ആരും നോക്കില്ല. ഒരുമാതിരി ഒരു കളി മൈൻഡും അങ്ങനെ ഒരു ഇതിലാന്ന് തോന്നി ഇവനെ നോക്കിയതാന്ന് തോന്നി. പക്ഷെ ഇവനാണ് സിൻസിയറായിട്ട്. പറഞ്ഞിട്ട് കാര്യമല്ല, എന്തല്ലേ. എനിക്ക് ചിരിയും വന്ന് നമ്മളെന്തോ പറയാനാണ്. അവൻ്റെ കാര്യം ചിരിക്കണോ വേണ്ടായോ, അവനെ എന്തു പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പോലും അറിഞ്ഞൂടെ. കഷ്ടമില്ലേ അങ്ങനെയുള്ളവരെയൊക്കെ വിട്ടിപ്പിച്ചു കൊല്ലും. ഒരു കണക്കിന് അവൻ രക്ഷപ്പെട്ടില്ലായിരുന്നു.